ഏയ് ഹലോ നിമിഷ, ഞാനുണ്ട്. ഏയ് പോകല്ലേ, ഞാൻ വരുന്നു. ഏയ് പോകല്ലേ. ഇയാൾ ഇവിടെ തന്നെ നിന്നാ മതി, അകത്തേക്കൊന്നും വരണ്ട. അതെ, ഇത് അമ്പലമാ, ഓർഫനേജ് അല്ല. ഇവിടെ ആർക്കും കയറാന്നേ. ഏയ് എങ്ങോട്ടാ ഈ ഓടുന്നേ? നിമിഷ ഭവനേ, ഇതാരാ ഇവിടെ കൊണ്ടുവച്ചു? ഭവനേ. എന്തുവാടോ? ഭഗവാനെ പ്രാർത്ഥിച്ചതാ. എന്റെ ഭഗവാനെ, ഞാൻ ആഗ്രഹിച്ച പെണ്ണിനെ തന്നെ എനിക്ക് കിട്ടണേ. ഇവളുടെ മനസ്സൊന്ന് മാറ്റിത്തരണേ. പ്രാർത്ഥിക്കുമ്പോഴും സമാധാനം തരത്തില്ലേ? ഞാൻ ഇവിടെ അല്ല, ദേ അവിടെ പറഞ്ഞേ. ഭഗവാനെ. തിരുമേനി, ഒരു അർച്ചന നടത്തണം. പേരും നാളും രാശിയും പറഞ്ഞോളൂ. ആ, പേര് നിമിഷ, നാളെ അശ്വതി, മേടൻ രാശിയ. ശരിയല്ലേ? എന്താ തിരുമേനി, ഞാൻ ആരാണെന്നാണ് നോക്കുന്നേ? പേരും നക്ഷത്രവും രാശിയുമൊക്കെ കൃത്യമായി പറയണമെങ്കിൽ ഈ കുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ തന്നെ. അയ്യോ, അതൊന്നുമല്ല. ഇയാൾ എന്റെ ഡ്രൈവറാ. എന്റെ സഹോദരി നിളയില്ലേ, അവളുടെ വിവാഹം ഈ മാസം. അത് വിഘ്നങ്ങളൊന്നുമില്ലാതെ ശുഭമായിട്ട് നടക്കാൻ വേണ്ടിയാ ഈ അർച്ചന. തിരുമേനി, ഈ കുട്ടിയുടെ സഹോദരിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആരെന്നറിയാമോ? ഇല്ല. എന്റെ ചേട്ടനാ, വിശാഖൻ. ആണോ? കുട്ടിയുടെ പേരെന്താണെന്നറിയോ? നിള. നല്ല പൊരുത്തമില്ലേ? കൊള്ളാം. ആ ജോഡിയെ ഒരുമിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ജോഡിയായി വന്നിരിക്കുക അല്ലേ? അത് പിന്നെ. അയ്യോ, അങ്ങനെ അതിനിടെ എന്തിനാ ഒരു സൗന്ദര്യപ്പിണക്കം? അങ്ങനെയൊന്നും അല്ല തിരുമേനി കാര്യം. എനിക്കെല്ലാം മനസ്സിലായി. ജീവിതമെന്ന് പറയുന്നത് ഇത്രയല്ലേ ഉള്ളൂ. അതിനിടെ പരസ്പരം ദേഷിക്കുകയും കലഹിക്കുകയും അല്ല വേണ്ടത്, സ്നേഹിക്കുക വേണ്ടത്. അങ്ങനെ പറഞ്ഞു കൊടുക്ക് തിരുമേനി, കൈ കൊടുക്ക്. അമ്പലത്തില് കൈ കൊടുക്കാൻ പാടില്ലല്ലേ? അതെ, ഇവിടെ ടച്ചിങ്സ് ഒട്ടും പാടില്ല. ഒന്ന് മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? ആ ഭവനെ. അതെ, അത് പിന്നെ ഞാൻ അതെ, ഞാൻ ഈ പേര് നാളും പറഞ്ഞ കറക്റ്റ് അല്ലേ? ഇയാൾ എന്നു മുതലേ ജ്യോതിഷം തുടങ്ങിയത്? അതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ അശ്വതി നല്ല നാളാ. ഞാൻ സ്വപ്നത്തിൽ കണ്ട ഭാര്യയുടെ നാളും അശ്വതിയാ. അശ്വതിക്ക് ഇപ്പൊ നല്ല സമയമാ.